എടോ 5 മിനിറ്റ് മുൻപ് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനങ്ങ് മറന്നുപോയി, അരണ പൂച്ചയോട് ചോദിച്ചു. 5 മിനിറ്റ് മുന്നേ ഇതേ അരണച്ചാരെ പിടിക്കാൻ പുറപ്പെട്ടു വന്ന പൂച്ചയോട് തന്നെ മുഖത്ത് നോക്കി ചോദിക്കാൻ അരണയ്ക്ക് ഒട്ടും ധൈര്യക്കുറവ് ഉണ്ടായിരുന്നില്ല. കാരണം അരണ മറന്നുപോയി. പണ്ടുതൊട്ടേ മറവിയുടെ പര്യായമായി മനുഷ്യർക്കിടയിൽ അറിയപ്പെടുന്ന ജീവിയാണല്ലോ അരണ. അരണബുദ്ധി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് അല്ലേ? കഴുതകൾ മണ്ടന്മാരാണെന്ന് പറയുന്നത് പോലെയുള്ള തെറ്റിദ്ധാരണാജനകമായ ഒരു വാദമാണ് ഇതും. ഉരകങ്ങളായ അരണകളെ ഇംഗ്ലീഷിൽ സ്കിങ്സ് എന്നാണ് വിളിക്കുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ചുവന്ന വാലുമായി നടക്കുന്ന അരണകളെ കോമൺ ഡോട്ടഡ് ഗാർഡൻ സ്കിങ്ക് എന്നാണ് വിളിക്കുന്നത്. റയോപ്പ പങ്ക്റ്റേറ്റ എന്നാണ് ഇവരുടെ ശാസ്ത്രീയമായ നാമം. ചുവപ്പ് മാത്രമല്ല കേട്ടോ, നീലവാലുള്ള സ്കിങ്കുകളും ഉണ്ട്. അരണകൾക്ക് എന്തിനാണ് നിറമുള്ള വാല്? തങ്ങളെ പിടിക്കാൻ വരുന്ന ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ നിറമുള്ള വാല് ഉപയോഗിക്കുന്നത്. ശത്രുക്കൾ തന്റെ പിന്നാലെ വരുന്ന സമയത്ത് അരണകളുടെ ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ നീല നിറമുള്ള വാലിലേക്ക് സ്വാഭാവികമായും ശ്രദ്ധിച്ചു പോകും. ആ ഗ്യാപ്പിൽ അരണകൾ വാല് മുറിച്ചോ മുറിക്കാതെയോ ഒക്കെ രക്ഷപ്പെട്ട് ഓടിപ്പോകും. ഈ വാല് മുറിക്കൽ ചടങ്ങിനെ ഓട്ടോട്ടോമി എന്നാണ് വിളിക്കുന്നത്. മുറിച്ച വാൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും കുറെ നേരത്തേക്ക് കിടന്ന് പിടയ്ക്കും. ശത്രുക്കളാകട്ടെ അത് കണ്ട് അന്തം വിട്ടു നിൽക്കും. ഈ രീതിയിൽ മുറിച്ചു കളഞ്ഞ വാല് പിന്നീട് മുളച്ചു വരും. ഓന്തുകളും പല്ലികളുമൊക്കെ ഇത്തരത്തിൽ വാല് മുറിക്കാറുണ്ട്. ഇവരൊക്കെ ശരീരത്തിലെ എക്സ്ട്രാ കൊഴുപ്പ് സൂക്ഷിച്ചു വെക്കുന്നത് ഈ വാലിലാണ് എന്നതുകൊണ്ട് ഈ വാല് മുറിക്കൽ പ്രക്രിയ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവുള്ള പരിപാടിയാണ്. ചിലപ്പോൾ മുറിച്ചു കളഞ്ഞ വാൽ പിന്നീട് തേടി വന്ന് തിന്നാനും ഇവർക്ക് മടിയില്ല. കാരണം ശേഖരിച്ചു വെച്ച കൊഴുപ്പ് വെറുതെ കളയരുതല്ലോ. സാധാരണ കുഞ്ഞൻ അരണകളെ കൂടാതെ ഇത്തിരി കൂടുതൽ വലിപ്പമുള്ള അരണകളും ഉണ്ട്. സ്കിങ്കുകളുടെ കുടുംബ പേര് സിൻസിഡേ എന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഗെക്കോസ് അഥവാ പല്ലികളുടെ കുടുംബ പേര് ആകട്ടെ ഗെക്കോണിഡേ എന്നാണ്. ഈ രണ്ട് കുടുംബങ്ങളും പരിണാമപ്രകാരം അടുത്തടുത്തുള്ളവരാണ് അഥവാ അയൽവാസികളാണ്. നിറം മാറുന്ന ഉരകജീവികളായ ക്യാമിലിയോൺ എന്ന ഇനം ഓന്തുകളുടെ കുടുംബമാകട്ടെ ക്യാമിലിയോണിഡേ എന്നാണ് അറിയപ്പെടുന്നത്. നിറം മാറുന്ന ഓന്തുകളുടെ അത്ര ഇല്ലെങ്കിലും ചിലയിനം അരണകൾക്കും ചെറിയ തോതിൽ നിറം മാറാനുള്ള കഴിവുണ്ട്. മോണിറ്റർ ലിസാർഡ്സ് അഥവാ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഉടുമ്പിന്റെ കുടുംബം വരണിഡേ ആണ്. അതേസമയം ഇഗ്വാനകളുടെ കുടുംബമാണ് ഇഗ്വാനിഡേ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഇഗ്വാനകളെ അരുമ മൃഗങ്ങളായി ചിലർ വളർത്താറുണ്ട്. അരണകളും പല്ലികളും ഓന്തുകളും ഉടുമ്പുകളും ഇഗ്വാനകളും പാമ്പുകളുമെല്ലാം ഉൾപ്പെടുന്നത് സ്ക്വാമേറ്റ എന്ന ഓർഡറിലാണ്. സ്ക്വാമേറ്റയിൽ ഉൾപ്പെടുന്ന ജീവികളുടെ എല്ലാം ശരീരത്തിൽ നമുക്ക് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്കെയിൽസ് അഥവാ ശൽക്കങ്ങൾ കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നഖം, മുടി എന്നിവ കെരാറ്റിൻ നിർമ്മിതമാണ്. സ്ക്വാമേറ്റ എന്ന ഓർഡറിലുള്ള വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജീവികൾക്കെല്ലാം വിവിധ തരത്തിലുള്ള ശൽക്കങ്ങളാണ് ഉള്ളത്. വർണ്ണത്തിലും വലുപ്പത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യസ്തമായ ശൽക്കങ്ങൾ. സ്കെയിലുകളുടെ ആകൃതി, വലുപ്പം, ക്രമീകരണം എന്നിവ മനസ്സിലാക്കിയാണ് വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെടുന്ന ജീവികളെ തരംതിരിക്കുന്നത്. ഇനി അരണകളെക്കുറിച്ച് കുറച്ച് വിശദമായി പറയാം. ലോകത്തുള്ള മരുഭൂമികൾ തൊട്ട് മഴക്കാടുകൾ വരെയുള്ള മിക്ക ആവാസ വ്യവസ്ഥകളുടെയും ഭാഗമായി അരണകൾ ജീവിക്കാറുണ്ട്. 1743-ലധികം സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന അരണ ഇനങ്ങൾ ലോകത്തുണ്ട്. കൗതുകകരമായ ഒരു കാര്യമെന്തെന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് 5490 മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയൻ പ്രദേശങ്ങളിൽ വരെ അരണകൾ ജീവിക്കുന്നുണ്ട്. മിക്ക അരണകളും ഡയൂർണൽ ജീവികളാണ്. എന്താണ് ഡയൂർണൽ എന്നല്ലേ? പകൽ സജീവമായി ഇരുന്നിട്ട് രാത്രി വിശ്രമിക്കുന്ന ജീവികളെയാണ് ഡയൂർണൽ അനിമൽസ് എന്ന് വിളിക്കുന്നത്. ഇതിന് വിപരീതമായി പകൽ വിശ്രമിച്ച് രാത്രി സജീവമാകുന്ന രാത്രിഞ്ചരന്മാരായ ജീവികളെ നൊക്ടേണൽ അനിമൽസ് എന്ന് വിളിക്കുന്നു. ചിലയിനം അരണകൾ നൊക്ടേണൽ സ്വഭാവക്കാരാണ്. അരണകളുടെ ആഹാരത്തിലെ മെയിൻ വിഭവം ഷഡ്പദങ്ങളാണ്. ഷഡ്പദങ്ങളെ തിന്നുന്ന ഇൻസെക്ടിവോറസ് ജീവികളാണ് സ്കിങ്കുകൾ. സസ്യഭുക്കുകളും ഉണ്ട് കേട്ടോ. കൂടാതെ വെജ് നോൺ വെജ് വ്യത്യാസമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒമ്നിവോറസ് വിഭാഗക്കാരുമുണ്ട് അരണക്കൂട്ടത്തിൽ. കൈയും കാലും ശരിക്കും വളരാത്ത, അതുപോലെ തീരെ ഇല്ലാത്ത അരണകളും ലോകത്തുണ്ട്. അരണക്കുടുംബത്തിന്റെ ഭാഗമായ അക്കോണ്ടിനെ, സിൻസിനെ, ലൈഗോസോമിനെ എന്നിങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഉപകുടുംബങ്ങളിലും പാമ്പുകളെ പോലെ കൈകാലുകളില്ലാത്ത അംഗങ്ങളെ നമുക്ക് കാണാനാകും. ഇത്തരത്തിൽ അക്കോണ്ടിനെ എന്ന ഉപകുടുംബത്തിലെ അരണ അംഗമാണ് അക്കോണ്ടിയസ് പ്ലംബിയസ്. ഇതേ ഉപകുടുംബത്തിലുള്ള ഒറ്റ നോട്ടത്തിൽ മണ്ണിരെ പോലെ തോന്നിക്കുന്ന ഇയാളും ഒരിനം അരണയാണ്. ടൈഫ്ലോസോറസ് വെമിസ് എന്നാണ് ഇവന്റെ പേര്. ഇക്കൂട്ടർക്ക് കാഴ്ചയില്ല. ലോകത്തുള്ള മൊത്തം അരണ ഇനങ്ങളുടെയും ഏകദേശം 23% ഇത്തരത്തിൽ കൈകാലുകൾ ശരിക്ക് വളരാത്തവരും തീരെ ഇല്ലാത്തവരുമാണ്. ഇത്തരത്തിൽ കൈയും കാലും ഒന്നും ഇല്ലാത്ത അരണകൾ പരിണാമത്തിന്റെ വഴിയിലെ പ്രധാന കണ്ണികളാണ് എന്ന് പറയാം. ലോകത്തുള്ള അരണ സ്പീഷീസുകളുടെ എല്ലാം ഏതാണ്ട് 34% കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന വിവിപാരസ് ജീവികളാണ്. ബാക്കിയുള്ളവരാകട്ടെ മുട്ടകളിടുന്ന ഓവിപാരസ് ജീവികളാണ്.
മുട്ടകൾ ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ച് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്തേക്ക് വിടുന്ന ഇനം അരണകളും ഉണ്ട്. ഇവർ ഓവോ വിവിപാരസ് കിങ്സ് എന്ന് അറിയപ്പെടുന്നു. 6 മുതൽ 18ഓളം മുട്ടകൾ ഇടുന്നവരാണ് അരണകൾ. സ്പീഷീസുകൾക്കനുസരിച്ച് ഇടുന്ന മുട്ടകളുടെ എണ്ണം മാറും. അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന് പറയാറുണ്ട്. പാമ്പുകളെ പോലെ ഉഗ്രവിഷമുള്ള ജീവികളാണോ അരണകൾ? അരണകൾക്ക് വിഷമോ വിഷപ്പല്ലുകളോ വിഷസഞ്ചിയോ ഒന്നുമില്ല. നിരുപദ്രവകാരികളാണ് അവർ. ഒരുപക്ഷെ പാമ്പുകളെ പോലെ ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുന്നത് കൊണ്ടൊക്കെ ആകും അരണകൾക്ക് വിഷമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ പടർന്നത്. ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാനും മണം പിടിക്കാനും ഒക്കെയാണ് അരണകൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുന്നത്. അരണകളുടെ നാവിൽ മുള്ളുകൾ പോലെയുള്ള ചെറു പാപ്പില്ലേകൾ കാണാനാകും. ഇരയെ വിടാതെ പിടിക്കാനും രുചി അറിയാനുമൊക്കെ ഈ പാപ്പില്ലേ വേണം. നീല വാലുള്ള അരണയെപ്പോലെ നീല നാക്കുള്ള അരണകളും ഉണ്ട്. നോർത്തേൺ ബ്ലൂ ടങ്ഡ് സ്കിങ്ക് എന്ന അരണയ്ക്ക് നീല നാവുണ്ട്. ഓന്തുകളുടെയും തവളകളുടെയും അത്ര ഇല്ലെങ്കിലും ചിലയിനം അരണകളുടെ നാക്കിൽ ചെറിയ തോതിൽ പശയുണ്ട്. മുറ്റത്തോ പറമ്പിലോ ഒക്കെ ഇവരെ കണ്ടാൽ കൊല്ലാതെ വിട്ടേക്കണേ. ഇത് കേൾക്കുന്ന പൂച്ച സാർ, കൊല്ലണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അരണകളെപ്പോലെ നമ്മുടെ വീടുകളിലൊക്കെയുള്ള പല്ലികൾ അഥവാ ഹൗസ് ഗെക്കോകൾ വിഷജന്തുക്കളാണ്. അതുപോലെ ഇവ വീണ വെള്ളമോ ആഹാരമോ കഴിച്ചാൽ ഉടൻ മരണം ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. ഇതും ശരിയല്ല. അരണകളെപ്പോലെ തന്നെ എക്സ്ക്ലമേറ്ററി മാർക്കിന്റെ രൂപത്തിൽ കാഷ്ടിക്കുന്ന പല്ലുകൾക്കും വിഷമില്ല. വിഷമോ കൂർത്ത പല്ലുകളോ ഒന്നുമില്ലാതെ ശത്രുക്കളെ പേടിച്ച് പേടിച്ച് പൊത്തുകളിലും കരിയിലകൾക്കിടയിലും പാറയുടെ വിടവുകളിലുമൊക്കെ ഒളിച്ചാണ് ഈ പാവം അരണകളുടെ ജീവിതം. ഇവരുടെ ശരീരത്തിലുള്ള വരകളും പുള്ളികളുമൊക്കെ ചുറ്റുപാടുകളോട് ഇണങ്ങി ശത്രുക്കളുടെ കണ്ണിൽ പെട്ടെന്ന് പെട്ടുപോവാതിരിക്കാൻ സഹായിക്കുന്നു. 2 മുതൽ 10 വർഷം വരെ ജീവിച്ചിരിക്കുന്ന അരണകൾ ഉണ്ട്. ചിലർ ഇതിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കാറുണ്ട്. ലോകത്ത് കാലുകളുള്ള അരണകളിൽ വെച്ച് ഏറ്റവും വമ്പൻ ബെല്ലറ്റോറിയസ് മേജർ എന്ന അരണയാണ്. 40 സെന്റിമീറ്റർ നീളമുണ്ടാവും ഇക്കൂട്ടർക്ക്. 1 കിലോയിൽ കൂടുതൽ ഭാരം വയ്ക്കാറുണ്ട് ഇവർക്ക്. സോളമൻ ദ്വീപുകളിൽ വസിക്കുന്ന 1 കിലോയിൽ കൂടുതൽ ഭാരം വയ്ക്കുന്ന 76 സെന്റിമീറ്ററോളം നീളത്തിൽ വളരുന്ന മറ്റൊരു വമ്പൻ അരണ ഇനമാണ് കൊറൂഷ്യ സെബ്രട്ട. കുരങ്ങുവാലൻ അരണ എന്നാണ് ഇവരുടെ വിളിപ്പേര്. ഇവൻ ഒരു മരങ്കേറിയാണ്. വമ്പന്മാർ ഇനിയുമുണ്ട് കേട്ടോ. കാലുകളുള്ള അരണകളിൽ വെച്ച് ഏറ്റവും ചെറിയ അരണയാണ് സിൻസെല്ല മാക്രോട്ടിസ്. കാലുകളില്ലാത്ത അരണകളുടെ ഇടയിലെ ഇത്തിരി കുഞ്ഞനാണ് പരാകൊണ്ടിയാസ് ഫാസിക്ക. വെറും 230 മില്ലിഗ്രാം ഭാരം മാത്രമേ ഇവർക്കുള്ളൂ. കാലുകളില്ലാത്ത അക്കോണ്ടിയാസ് പ്ലംബിയസ് എന്ന അരണകൾ 50 സെന്റിമീറ്ററിലധികം നീളത്തിൽ വളരാറുണ്ട്. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് പല്ലികളുടെയും അരണകളുടെയും ഒക്കെ ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഫോസിൽ റെക്കോർഡുകൾ തീരെ കുറവാണ് എന്ന് പറയാനാകും. എങ്കിലും പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ടിലിക്വ ഫ്രാങ്കൻസ് എന്ന ഒരു ഭീമൻ അരണയുടെ ഫോസിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഗവേഷകർക്ക് ലഭിക്കുകയുണ്ടായി. ഈ ഇനത്തിൽപ്പെട്ട അരണകൾക്ക് 2.5 കിലോയ്ക്കടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത്രേ. വേണ്ടിവന്നാൽ വെള്ളത്തിലൂടെ ഒരു നീന്തൽ പാസാക്കാൻ അരണകളെ കൊണ്ട് പറ്റും. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, ചിലർക്ക് അരണയെ കണ്ടാൽ മത്തിയെ ഓർമ്മ വരുന്നത്. അതിരിക്കട്ടെ, അരണകളുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? കാക്കകളെ പോലെയുള്ള പക്ഷികൾ, പൂച്ചകൾ, റാക്കൂണുകൾ, കുറുക്കന്മാർ, പാമ്പുകൾ, മറ്റിനങ്ങളിൽപ്പെട്ട ലിസാർഡുകൾ എന്നിങ്ങനെ ഒരു കുന്ന് ശത്രുക്കളുള്ള പല്ലിക്ക് വേണ്ടി ഒരു 150 ശത്രുസംഹാര പൂജയ്ക്കുള്ള വകുപ്പുണ്ട്. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന നിരവധി ഇനം അരണകളുണ്ട്. സുവർണ അരണ, വെങ്കല അരണ, മലയരണ, 5 വിരൽ അരണ, ബെഡോമീസ് ഗ്രാസ് കിങ് എന്നിങ്ങനെ കുറെ ഇനങ്ങൾ. വർണ്ണത്തിലും വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തരായ എത്ര അരണകൾ. ഇനിയെങ്കിലും നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ കാണുന്ന അരണകളെ കല്ലെടുത്തെറിയാനോ കൊല്ലാനോ നിൽക്കരുതേ.